ഹലോ, വെൽക്കം ബാക്ക്. കഴിഞ്ഞൊരു വീക്കിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. പല ഡേയ്സിലായിട്ട് എടുത്ത വീഡിയോസ് എല്ലാം കൂടെ ഞാൻ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ആക്കിയേക്കുക. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഞാൻ രാവിലെ തന്നെ കുറച്ച് പ്രോഡക്റ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തില്ലായിരുന്നു. അതൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നിരുന്നതാണ്. ഈ ഒരു പൗച്ചിൽ അത്യാവശ്യം വേണ്ടുള്ള പേനയും സിസേഴ്സും പിന്നെ സ്റ്റിക്കേഴ്സ്, സ്കെച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും ഈ വീഡിയോയിലൊക്കെ എന്താ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണ്ടേന്ന് അറിയില്ല. ഞാൻ ജേർണലിംഗ് കണ്ടൻ്റൊക്കെ ചെയ്യുമ്പം അതിനെപ്പറ്റി പറയാനൊക്കെ എനിക്ക് എന്തെങ്കിലും കാണും. പക്ഷെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പം എനിക്ക് എന്താ വോയിസ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അതുമല്ല, നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ കുറേ തവണ റിപ്പീറ്റ് ഇങ്ങനെ കൊടുക്കണം. മീൻസ് ഇങ്ങനെ മിസ്റ്റേക്ക് വരും. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി. എനിക്ക് ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു. പിന്നെ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഇപ്പം ഓക്കെ ആയെന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് വരും. അപ്പം നമുക്ക് എന്താ പറയണ്ടേന്ന് കിട്ടൂല. ഈ എടുക്കുന്ന ഒരു വീഡിയോ പകുതിയിൽ നിന്ന് പോയി. എൻ്റെ സ്റ്റോറേജ് അപ്പോഴത്തേക്കും ഫുള്ളായി. ഞാനത് അറിഞ്ഞില്ലായിരുന്നു. ഞാനിപ്പം കണ്ടിന്യൂസ് വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് വേഗം സ്റ്റോറേജ് ഫുള്ളാവുക. പിന്നെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും റീൽസും ഷോർട്സ് എല്ലാം സെപ്പറേറ്റ് തന്നെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് പല വീഡിയോസും സേവ് ആവുന്നതുകൊണ്ട് വേഗം ഫുള്ളാവുക. പിന്നെ അന്ന് എനിക്കൊരു ഓർഡർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് അന്ന് തന്നെ കൊറിയറും ചെയ്യേണ്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ആഡ് ചെയ്യാം. അതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഈ ഒരു വീഡിയോ സൺഡേ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷേ വോയിസ് ഓവറൊന്നും കൊടുക്കൽ നടന്നില്ല. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നത് തന്നെ സൺഡേയാ. ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ മൺഡേ ആവുമോ ട്യൂസ്ഡേ ആവുമോ ഒന്നും അറിയത്തില്ല. പിന്നെ അന്ന് എനിക്ക് കൊറിയർ ചെയ്യാനുണ്ടായിരുന്നു. ഞാനങ്ങനെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. ഞാൻ നോർമലി പ്രൊഫഷണൽ കൊറിയറാണ് ചെയ്യാറ്. ഇപ്പം പിന്നെ കുഴപ്പമില്ല, ഈ ഒരു പ്രോഡക്റ്റ് ഡാമേജ് വരൂലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചത്. എനിക്ക് ഏറ്റവും അടുത്ത് പോസ്റ്റ് ഓഫീസാണ്. കൊറിയർ ചെയ്യാൻ അതാണ് എളുപ്പം. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് വന്നിട്ട് എൻ്റെ ബാക്ക് ടു വർക്ക് എടുക്കാനുള്ള ഫോട്ടോസും ഇൻസ്റ്റഗ്രാമിൽ ഈ പ്രോഡക്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്താൽ മതി. ഈ ഒരു സ്റ്റിക്കേഴ്സിനൊന്നും അത്ര റേറ്റ് കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ അത് വാങ്ങാവുന്നതാണ്. പിന്നെ ഞാനൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു. ഇത് 3 $199 ഒരു സ്റ്റിക്കറും ട്യൂസറും പിന്നെ ഗ്ലൂ ഗണ്ണും. സ്റ്റിക്കേഴ്സ് തന്നെ ഒരു 6 മോഡലുണ്ട്. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഇത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ഒരു സ്റ്റേജിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റും യൂസ് ചെയ്യാം. പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾ പുറത്തേക്കൊന്ന് പോയതാ. ചെറിയൊരു ഷോപ്പിങ്ങും വീട്ടിൽ കുറച്ച് സാധനം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാ. പിന്നെ ഗിവ് അവേനെ പറ്റി പറയാം. ഗീവ് അവേ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജും വന്നു ഇൻസ്റ്റഗ്രാമിൽ. ഞാൻ ഡേറ്റ് എന്നാന്ന് ഇതുവരെയും കൺഫേം ചെയ്തില്ല. ഞാൻ വിചാരിക്കുന്നത് 25th അനൗൺസ് ചെയ്യാമെന്നാണ്. അന്ന് ക്രിസ്മസ് എല്ലാവരും എനിക്കൊന്ന് ലീവല്ലേ, എല്ലാവരും എന്തെങ്കിലും ഗിഫ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഡേയും കൂടെ അല്ലേ. അപ്പോൾ 23 വരെയുള്ളൊരു കമൻറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഇതുവരെയും ആ വീഡിയോ കാണാത്തവർ പോയി കാണാം. ജസ്റ്റ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടായിരിക്കും എടുക്കുന്നത്. ഞാനത് ക്ലിയർ ആക്കി പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഇപ്പം ടൗണിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ളൊരു ക്രിസ്മസ് വൈബാണ്. ഫുള്ള് സ്റ്റാറും ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും നല്ല രസമുണ്ട് നൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ വൈറലായിട്ടുള്ള ബൺമസ്കയും ഇറാനി ചായയും ഉണ്ടല്ലോ, അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് അത് കഴിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കൂടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പുറത്തൊക്കെ പോയി കഴിക്കാൻ രസമുണ്ട്. പിന്നെ ആ ഒരു ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. നമ്മൾ പോയെടുത്ത് ന്യൂട്ടെല്ലേൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. എൻ്റെ ഈ ചാനലിൽ ഷോർട്സിൻ്റെ വ്യൂസും ലോങ് വീഡിയോൻ്റെ വ്യൂസും വേറെ തന്നെ ആയിരുന്നു. ഞാൻ ഗീവ് അവേ അനൗൺസ് ചെയ്തപ്പം കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിലേക്ക് വന്നു, കമൻറ്റ് ചെയ്തു. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, സെയിം കമൻറ്റ് തന്നെ പേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും അയക്കുന്ന കണ്ടു. നമുക്ക് ആകെ കുറച്ച് പേരല്ലേ ഉള്ളൂ കമൻറ്റ് ചെയ്യാനും പാർട്ടിസിപ്പേഷൻ ചെയ്യാനൊക്കെ. അപ്പോൾ വേഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ
അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക, നിങ്ങൾ ജെന്യുവനായിട്ട് ചെയ്യുക. റിപ്പീറ്റ് കമൻറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, അങ്ങനെ ഗീവ് അവേ പാർട്ടിസിപ്പേഷൻ ചെയ്യുമ്പം അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവരും, ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ സെയിം കമൻറ്റ് പേസ്റ്റ് ചെയ്തൊക്കെ അയക്കണ്ട. ഞാൻ ചിലപ്പം ഒരു കമൻറ്റ് മാത്രമേ കൺസിഡർ ചെയ്യൂ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ പുതിയതായിട്ട് ഹെയർ ക്ലിപ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടുള്ളവരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇതുവരെയും പോസ്റ്റ് ചെയ്തിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഹെയർ ക്ലിപ്സിൻ്റെത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.